പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയും കർത്താവ് ഒരുക്കിയ എല്ലാ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചമർപ്പിക്കുക. നല്ല സമയം കർത്താവ് നമ്മളോട് ഹൃദ്യമായി സംസാരിക്കട്ടെ, വ്യക്തമായി ഇടപെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നവനെതിരെയുള്ള ആലോചനകളെ, പ്രാർത്ഥനയ്ക്കെതിരെ ഉണ്ടാകുന്ന ദുരാലോചനകളെ വ്യർത്ഥമാക്കി കളയുകയും ദൈവപ്രവർത്തി പ്രാർത്ഥിക്കുന്നവന് വേണ്ടി വെളിപ്പെടുത്തുകയും ചെയ്യുന്ന വലിയ മഹത്വമുള്ള കാര്യം ചലിക്കാൻ പോകുന്നു. പ്രാർത്ഥനയോടെ സന്ദേശം ശ്രവിക്കുക. 2 ശമൂവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായം 14-ാം വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു: അപ്പോൾ അബ്ശാലോമും എല്ലാ ഇസ്രായേലിലും അഹീഥോബേലിൻ്റെ ആലോചനയേക്കാൾ അർഖ്യനായ ഹുശായിയുടെ ആലോചന നല്ലതെന്ന് പറഞ്ഞ് അബ്ശാലോമിന് അനർത്ഥം വരേണ്ടതിന് അഹീഥോബേലിൻ്റെ നല്ല ആലോചനയെ വ്യർത്ഥമാക്കുവാൻ യഹോവ നിശ്ചയിച്ചിരുന്നു. പ്രൈസ് ഗോഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട സുപരിചിതമേറിയൊരു തിരുവചന ഭാഗം. പ്രാർത്ഥിക്കുന്ന ദൈവനിയോഗമുള്ള, ദൈവം അഭിഷേകം ചെയ്ത ദാവീദിനെതിരായിട്ടുള്ള അഹീഥോബേലിൻ്റെ ആലോചനയെ ദൈവം വ്യർത്ഥമാക്കുകയാണ്. ഇന്ന് ഈ സന്ദേശത്തിൽ പ്രാരംഭ സെക്കൻഡുകൾ ഞാൻ കൈമാറുന്നു. അങ്ങ് പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണോ? ഇടപെടാതെ ദൈവസന്നിധിയിൽ ഉപവാസവും പ്രാർത്ഥനയും കണ്ണുനീരും ഒഴുക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ഏറിയ നാൾ അങ്ങേക്കെതിരായിട്ടുള്ള ദുഷ്ടൻ്റെ ആലോചനകളെ, അങ്ങേക്കെതിരായി ഒരുക്കുന്ന യാതൊരു ആലോചനകളെയും അങ്ങയുടെ മേലേശാതെ വണ്ണം ആ ആലോചനകളെ വ്യർത്ഥമാക്കി കളയുന്നൊരു ദൈവിക പദ്ധതി ചലിക്കുന്നുണ്ട്. എന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കാൻ തയ്യാറാകണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ വായിക്കുന്നത് അബ്ശാലോമിനോട് ആലോചന പറഞ്ഞു കൊടുത്ത അബ്ശാലോമിൻ്റെ രാജകസേര ഉറപ്പിക്കുവാൻ വേണ്ടി കൂടെ നിൽക്കുന്ന അഹീഥോബേൽ അബ്ശാലോമിനെ രാജാവാക്കുകയും ദാവീദിനെ നീക്കം ചെയ്യുവാൻ വേണ്ടി ദാവീദിനെതിരായി തിരിയുന്നു. 15-ാം അധ്യായം പഠിച്ചു വരുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു, തല മൂടിയും ചെരുപ്പിടാതെയും കരഞ്ഞുകൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറുന്നൊരു ദാവീദ്. അവിടെ താൻ കരയുകയാണ്, നെടുവീർപ്പിടുകയാണ്. അബ്ശാലോം തനിക്കെതിരായി തിരിയുന്നു. തനിക്കെതിരായിട്ട് അബ്ശാലോം തിരിഞ്ഞ് ഒരു രാജ്യം തന്നെ തൻ്റെ അധീനതയിലാക്കുവാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ച അവിടെ കാണാൻ കഴിയും. എന്നാൽ അതിനോട് എതിർക്കുവാൻ ദാവീദിന് കഴിവില്ലാത്തത് കൊണ്ടല്ല. ദാവീദ് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയും ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്: ഇപ്പോൾ അവൻ നമ്മളോട് യുദ്ധത്തിന് വരും, അവൻ ജയിക്കും, അവൻ നമ്മെ തോൽപ്പിക്കുമെന്ന് ദാവീദ് പറയുകയാണ്. എന്നിട്ടും ജനത്തെ കൂട്ടി അവൻ ഓടുകയാണ്. ദൈവത്തിന് സ്തോത്രം. 17-ാം അധ്യായം വരുമ്പോൾ 1-ാം വാക്യവും 2-ാം വാക്യവും വായിക്കുമ്പോൾ അഹീഥോബേൽ അബ്ശാലോമിനോടൊരു ആലോചന പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിങ്ങനെയാണ്. 2-ാം വാക്യം: ക്ഷീണിച്ചും അധൈര്യപ്പെട്ടുമിരിക്കുന്ന അവനെ ഞാൻ ആക്രമിച്ച് ഭ്രമിപ്പിക്കും. അപ്പോൾ അവനോട് കൂടെയുള്ള ജനമൊക്കെയും ഓടിപ്പോകും. ഞാൻ രാജാവിനെ മാത്രം വെട്ടിക്കളയും. പ്രൈസ് ഗോഡ്. ദാവീദേ, താങ്കളെ രാജകസാരയിൽ എത്തിക്കാൻ നിയോഗം കൊടുത്തു ശമൂവേലിനെ വീട്ടിലേക്ക് അയച്ചത് ദൈവമാണ്. എന്നാൽ 15-ാം അധ്യായത്തിൽ ദാവീദ് തല മൂടിയും ചെരുപ്പിടാതെയും ഒലിവുമലയുടെ കയറ്റം കയറുന്നു. കരയുകയാ, നെടുവീർപ്പിടുകയാ, നിലവിളിക്കുകയാ. തൻ്റെ മകൻ തനിക്കെതിരായി മാറി. അവൻ യുദ്ധത്തിനു വരും. ആകെ പ്രയാസത്തിലായിരിക്കുന്ന ദാവീദ് തലമൂടിയും ചെരുപ്പിടാതെയും ഒലിവുമലയുടെ കയറ്റം കയറുമ്പോൾ ഈ ആലോചനകൾ ഒരുക്കിക്കൊടുത്ത, ദാവീദിനെ നീക്കം ചെയ്യുവാൻ ആലോചനകൾ പറഞ്ഞൊരുക്കിയ അഹീഥോബേൽ ഒന്നും മനസ്സിലാക്കുന്നില്ല. ദൈവത്തിൻ്റെ നിയോഗത്തെ തടുക്കുവാൻ, ദൈവത്തിൻ്റെ കൽപ്പനയെ തടുത്തു നിർത്തുവാൻ ഒരു അഹീഥോബേലിൻ്റെ ആലോചനകൾക്ക് കഴിയത്തില്ല. ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ നോക്കി ഞാനൊരു പ്രവചന ശബ്ദമായി കൈമാറുന്നു. താങ്കൾക്കെതിരായി, പ്രാർത്ഥനയ്ക്കെതിരായി, ദൈവശബ്ദത്തിനെതിരായി
ചലിക്കുന്ന ചില അഹീതോവേലുമാരുടെ ആലോചനകളെ വ്യർത്ഥമാക്കി ദൈവത്തിന്റെ പദ്ധതി ദൈവം സ്ഥാപിതമാക്കാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്താ അഹീതോവേലിന്റെ ആലോചന? ദാവീദ് ഇപ്പോൾ ഇരിക്കുന്നത് ക്ഷീണിച്ചാണെന്നും അധൈര്യപ്പെട്ടാണെന്നും മനസ്സിലാക്കിയിട്ട് അഹീതോവേല് പറയുക, ക്ഷീണിച്ചും അധൈര്യപ്പെട്ടും ഇരിക്കുന്ന അവനെ ഞാൻ ആക്രമിക്കും. പ്രൈസ് ഗോഡ്. ദാവീദ് ഒരു പക്ഷെങ്കിൽ ഒരു 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 ബ്രാക്കറ്റ് പീരീഡിൽ ക്ഷീണിച്ചിരുന്നേക്കാം, അധൈര്യപ്പെട്ടിരുന്നേക്കാം, ക്ഷീണം തട്ടിയേക്കാം. എന്നാൽ അവനോട് കൂടെയുള്ള ദൈവത്തിന് ക്ഷീണമില്ല. അവനോട് കൂടെ ചലിക്കുന്ന ദൈവത്തിന് അധൈര്യമല്ല. അവനോട് കൂടെ ചലിക്കുന്ന ദൈവം എന്നും അവനോട് ധൈര്യത്തോടെയും ക്ഷീണിക്കാതെയും കൂടെ നിൽക്കുന്ന ഒരു ദൈവമാണ്. ഇന്ന് ഈ സന്ദേശം എൻ്റെ പ്രിയമുള്ളവരോട് കൈമാറുന്നത് വളരെ സന്തോഷത്തോടെയാണ്. ക്ഷീണിച്ചിരിക്കുകയാണെന്ന് കരുതി, അധൈര്യപ്പെട്ടെന്ന് പോയെന്ന് കരുതി ശത്രുവായവൻ അതിനെ മുതലെടുക്കുവാൻ, ശത്രുവായവൻ താങ്കളുടെ കുടുംബത്തിൽ കയറി താങ്കളെ നശിപ്പിച്ച് കളയുവാൻ, ചിഹ്ന ഭിന്നമാക്കി കളയുവാനിട്ട സകല പദ്ധതികളെയും നീക്കം ചെയ്തിട്ട് ദൈവത്തിന്റെ പ്ലാനുകളും ദൈവത്തിന്റെ പദ്ധതികളും വെളിപ്പെടാൻ പോകുക. കർത്താവിന് സ്തോത്രം. നോക്കുമ്പോൾ കുറച്ച് ക്ഷീണം തട്ടി അധൈര്യമാണെന്നൊക്കെ പറഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുകയാ. ആ വായിച്ച വേദഭാഗം പറഞ്ഞ് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയാണ് അഹീതോവേലിന്റെ ആലോചന. ആ സമയത്ത് നല്ല ആലോചനയായിരുന്നു. പക്ഷെങ്കിൽ യഹോവയുടെ നിശ്ചയം, ദൈവത്തിന്റെ തീരുമാനം എങ്ങനെയാണ്? അഹീതോവേലിന്റെ നല്ല ആലോചനയെ അവിടെ യഹോവ വ്യർത്ഥമാക്കി കളഞ്ഞു. വ്യർത്ഥമാക്കുവാൻ നിശ്ചയിച്ചിരുന്നു. അതേ പ്രിയമുള്ളവരെ, നാം എന്ത് കണ്ട ക്ഷീണിച്ചത്? നാം എന്ത് കണ്ട ഇപ്പോൾ അധൈര്യപ്പെട്ടത്, ഭാരപ്പെട്ടിരിക്കുന്നത്? വല്ലാത്ത ഒരു ഭാരത്തിലായിരിക്കുകയല്ലേ? എന്താ? അയ്യോ, ഞാനിപ്പോൾ തളർന്നു, ഞാൻ ക്ഷീണിച്ചു, എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല, ഞാൻ എൻ്റെ കാല് തളരുന്നത് പോലെ, എൻ്റെ ഹൃദയം തളർന്നു പോകുന്നത് പോലെ വല്ലാത്ത ക്ഷീണത്തിലായിരിക്കുകയാ. എന്തു ചെയ്യും എന്നെനിക്കറിയില്ല, എനിക്കിനി മുൻപോട്ട് പോകാൻ കഴിയത്തില്ല എന്നൊക്കെയല്ലേ നമ്മുടെ ചിന്താഗതി. എന്നാൽ ദാവീദേ, എൻ്റെ പ്രിയ സ്നേഹിത, സഹോദര, അങ്ങയോട് കൂടെയുള്ള ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. അങ്ങയെക്കുറിച്ച് ദൈവത്തിന് ചില പ്ലാനുകളുണ്ട്. ആ പ്ലാനുകളെ മാറ്റിമറിക്കുവാൻ ഒരഹീതോവേലുമാരുടെ ആലോചനകൾക്ക് കഴിയത്തില്ല. അങ്ങയ്ക്കെതിരായി തയ്യാറാക്കിയെടുക്കുന്ന സകല ആലോചനകളെയും വ്യർത്ഥമാക്കുന്ന ഒരു ദൈവത്തിന്റെ കരം ചലിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്ഷീണിച്ചും അധൈര്യപ്പെട്ടിരിക്കുന്നവനെ ഞാൻ വെട്ടുമെന്ന്, ഞാൻ ആക്രമിക്കാമെന്നും ജനമൊക്കെയും ഓടിപ്പോകുമെന്നും അഹീതോവേലെ താങ്കൾ പറഞ്ഞില്ലേ? തൊട്ടു താഴത്തെ വാക്യത്തിൽ 21, 22 വാക്യത്തിൽ ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. ഉടനെ ദാവീദും കൂടെയുള്ള ജനമൊക്കെയും എഴുന്നേറ്റ് യോർദാൻ കടന്നു. നേരം വെളുക്കുമ്പോഴേക്കും യോർദാൻ കടക്കാതെ ഒരുത്തൻ പോലും ശേഷിച്ചിരുന്നില്ല. രണ്ടാം വാക്യത്തിൽ പറഞ്ഞത് ജനമെല്ലാം ഓടിപ്പോകുമെന്ന. രണ്ടാം വാക്യത്തിൽ പറഞ്ഞത് ക്ഷീണിച്ചും അധൈര്യപ്പെട്ടുമിരിക്കുന്ന ദാവീദിനെ ഞാൻ ആക്രമിക്കാമെന്നാ പറഞ്ഞത്. രണ്ടാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ആമേസ്തോത്രം ജനത്തെ പിടിച്ചെടുത്ത് ഞാൻ അവനെ കൊല്ലുമെന്നാ പറഞ്ഞത്. എന്നാൽ 22 വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: നേരം വെളുക്കുമ്പോഴേക്കും ജനമെല്ലാം യോർദാൻ കടന്നിരുന്നു. ദൈവത്തിന്റെ പ്ലാൻ അവിടെ സ്ഥാപിതമാകുകയാണ്. ചില അഹീതോവേലുമാരുടെ ആലോചന താങ്കളുടെ കുടുംബത്തിന് നേരെ, താങ്കളുടെ ജോലിക്ക് നേരെ, അഭിവൃദ്ധിക്ക് നേരെ, ശുശ്രൂഷകൾക്ക് നേരെ ചില അഹീതോവേലുമാർ ഒരുക്കിയ ആലോചനകളെ യഹോവയായ ദൈവം വ്യർത്ഥമാക്കി കളഞ്ഞിട്ട് ദൈവത്തിന്റെ പ്ലാനുകളും ദൈവത്തിന്റെ പദ്ധതികളും വെളിപ്പെടാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഇനി ആലോചന പറഞ്ഞ അഹീതോവേലിന്റെ സ്ഥിതി എന്താ എന്ന് മനസ്സിലാക്കട്ടെ. 23 വാക്യത്തിൽ, എന്നാൽ അഹീതോവേൽ തന്റെ ആലോചന നടന്നില്ല എന്ന് കണ്ടപ്പോൾ കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറി തൻ്റെ പട്ടണത്തിൽ വീട്ടിലേക്ക് ചെന്ന് വീട്ടുകാര്യം ക്രമപ്പെടുത്തിയ ശേഷം കെട്ടിഞ്ഞാന്ന് മരിച്ചു. പ്രൈസ് ഗോഡ്. അപ്പം പ്രാർത്ഥിക്കുന്നവരെതിരായിട്ട് ചില ദുരാലോചനകൾ ഒരുക്കുന്നത്, ഉപവസിക്കുന്ന, കരയുന്ന, വിശ്വസ്തയോടെ, നിഷ്കളങ്കതയോടെ ദൈവസന്നിധിയിൽ നിൽക്കുന്നവനെതിരായി ഒരുക്കുന്ന ചില ആലോചനകൾ വ്യർത്ഥമാക്കാൻ മനുഷ്യരിടപെടത്തില്ല.
നിയമങ്ങൾ ഇടപെടത്തില്ല, എന്നാൽ ഇടപെടുന്നൊരു ദൈവമുണ്ട്. ഇന്ന് എൻ്റെ പ്രിയമുള്ളവരെ നോക്കി ഒരു പ്രവചന ശബ്ദമായി ഞാൻ കൈമാറുന്നു. ഇപ്പോൾ അല്പം ക്ഷീണം തട്ടിയില്ലേ? ഇപ്പോൾ ഇച്ചിരി ധൈര്യം കുറഞ്ഞതുപോലെ തോന്നിയില്ലേ? എന്തൊക്കെ വന്നാലും ക്ഷീണിച്ചു പോകാത്തൊരു വിൽ പവർ എനിക്കുണ്ടെന്ന് ചില സമയങ്ങളിൽ പറഞ്ഞായിരുന്നു. പക്ഷെങ്കിൽ ആമ്യൂഷ്ട്രോത്രം അതിനു മേലിൽ പ്രതിസന്ധികൾ വന്നപ്പോൾ ക്ഷീണിച്ചു പോകുന്നത് പോലെ, അധൈര്യപ്പെട്ടു പോകുന്നത് പോലെയുള്ള ചില സിറ്റുവേഷനുകൾ വന്നില്ലേ? ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ആരൊക്കെ കൈവിട്ടാലും ദാവീദേ, പ്രാർത്ഥിക്കുന്ന താങ്കളെ കൈവിടാൻ, കരയുന്ന താങ്കളെ കൈവിടാൻ ദൈവം ഉദ്ദേശിച്ചിട്ടില്ല. താങ്കൾക്കെതിരായിട്ടുള്ള ആലോചനകൾ വ്യർത്ഥമാകും. ആമേൻ. താങ്കൾക്കെതിരായിട്ടുള്ള ആലോചനകൾ ഒരുക്കിയവൻ തന്നെത്താൻ തകർന്നു പോകുകയാണ്. ഭയപ്പെടരുതേ, പ്രയാസപ്പെടരുത്. ശത്രുക്കൾ, കൂടെ നിൽക്കേണ്ടവർ കൂടെ നിൽക്കാതെ ചില ആലോചനകൾ ഒരുക്കിയില്ലേ? തക്കം കിട്ടുമ്പോൾ നശിപ്പിക്കാൻ, തക്കം കിട്ടുമ്പോൾ ഇല്ലായ്മ ചെയ്യുവാൻ ഒരുക്കിയ ചില ആലോചനകൾ പരിശുദ്ധാത്മാവ് വ്യർത്ഥമാക്കും. വളരെ പ്രാർത്ഥനയോടെ, ദൈവാശ്രയ ബോധ്യത്തോടെ ചില അഹീതോവേലുമാരുടെ ആലോചനകൾ വ്യർത്ഥമാക്കുന്ന ദൈവത്തിൻ്റെ കരം ചലിക്കുമെന്നുള്ള ആപ്തവാക്യത്തോടെ, ദൈവം എനിക്ക് തുണ, ഞാൻ ആരെ പേടിക്കുമെന്നുള്ള ആപ്തവാക്യത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. ദൈവപ്രവൃത്തി ദിവസങ്ങളിൽ നാം കണ്ട് സന്തോഷിക്കും. ഗോഡ് ബ്ലസ് യു. കർത്താവ് വചനങ്ങളാൽ നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.